KGSS ടൈൽസ് വേൾഡ്, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS ടൈൽസ് വേൾഡ്. ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമല്ലേ? ഒരു ആയുസിന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന വീട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് യൂസ് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ചേലക്കര മേപ്പാടത്തുള്ള ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് കിഫ്ബി പദ്ധതിയിൽ 105 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത് ദുരിതങ്ങളുടെ പട്ടിക. പ്രവർത്തനരഹിതമായ സ്ട്രീറ്റ് ലൈറ്റുകളും കാട് കയറി നശിച്ച ദിശാസൂചക ബോർഡുകളും വെള്ളക്കെട്ടും കാരണം രാത്രികാല യാത്ര ഉൾപ്പെടെ ദുഷ്കരമായിരിക്കുകയാണ്. റോഡിന്റെ 5 വർഷത്തെ പരിപാലന ചുമതലയുള്ള KSTPക്കെതിരെ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്തെത്തി. ന്യൂസ് റിപ്പോർട്ട് കാണാം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ പ്ലാഴി മുതൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡരികിലെ നിരവധിയായ ദിശാസൂചക ബോർഡുകളാണ് കാട് കയറി വഴിയാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. അപരിചിതരായ വാഹനയാത്രികർ റോഡിലെ വളവുകളും തിരിവുകളും സ്ഥലനാമങ്ങളും അറിയാതെ പെരുവഴിയിലാവുക പതിവായിരിക്കുകയാണിവിടെ. ഈ PWD റോഡ് വാഴക്കോട് പ്ലാഴി പുനർനിർമ്മാണ ഭാഗമായി മൂവാറ്റുപുഴയിലെ KSTP ഡിവിഷനാണ് 22.5 കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡ് 2023 ഡിസംബറോടുകൂടി നവീകരണം പൂർത്തിയാക്കിയത്. 5 വർഷമാണ് KSTPക്ക് റോഡിന്റെ പരിപാലനം നൽകിയിട്ടുള്ളത്. 2028 ഡിസംബർ 19 വരെ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ പ്രവൃത്തിയുടെ ഭാഗമായ കിഫ്ബി പദ്ധതി വഴി 105 കോടി രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. ദിശാസൂചക ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ കാടുകയറി വഴിയാത്രക്കാർക്ക് ദിശ നൽകാത്ത വേളയിൽ 5 വർഷത്തെ റോഡിന്റെ പരിപാലന ചുമതലയുള്ള KSTP അലംഭാവം കാണിക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. അപ്പോൾ നിൽക്കുന്നത് വാഴക്കോട് പ്ലാഴി റോഡിന്റെ ഭാഗത്താണ്. ഇവിടെ ദിശാ ബോർഡുകൾ ഒന്നും തിരിച്ചറിയുന്നില്ല. 2023 പണിതതാണ് ഈ റോഡ്. 2028 വരെയുള്ളൂ അവർക്ക് കാലാവധി. ലൈറ്റുകൾ ചിലത് കത്തുന്നില്ല. ബന്ധപ്പെട്ട അധികൃതർ ഇത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. മഴക്കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. മഴക്കാലത്ത് പുതിയ റോഡുകൾ വന്നത് 2028 വരേക്കാണ് കാലാവധി ഉള്ളത്. അതുകൊണ്ട് ആവുന്നതും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തുന്നില്ല എന്നുള്ള ആക്ഷേപവും പ്രദേശവാസികൾക്കുണ്ട്. വെളിച്ചക്കുറവും വാഴക്കോട് പ്ലാഴി റോഡിലൂടെ രാത്രിവേളകളിൽ പുതുതായി യാത്ര ചെയ്തു വരുന്നവർക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളാർകുളം, പുളിങ്കൂട്ടം ഉൾപ്പെടെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിലെ വെള്ളക്കെട്ടും വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നതും പൊതുജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കിയിരിക്കുകയാണ്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ ഈ ദിശാ ബോർഡുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ വണ്ടികൾ ഓടാൻ സാധിക്കുന്നില്ല. വെള്ളക്കെട്ടാണ് മുഖ്യ കാരണം. സൈഡിലൊന്നും ചാലുകളില്ല. റോഡിൽ മുഴുവൻ ചെളി പിടിച്ച് വണ്ടികൾ വഴുക്കി വീഴാൻ പോവുകയാണ്. വെള്ളാർകുളം, പുളിങ്കൂട്ടം എന്നിവിടങ്ങളിൽ മുഴുവൻ ചെളിയാണ് റോഡുകൾ മുഴുവൻ. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഉദ്യോഗസ്ഥരോട് അപേക്ഷിക്കുകയാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ പൊതുജനങ്ങൾക്ക് സുഗമമായ ഗതാഗതം നടപ്പിലാക്കേണ്ട അധികൃതർ വാഹനത്തിൽ പാഞ്ഞു പോകുമ്പോഴും സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഘടകവിരുദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പൊതുപ്രവർത്തകരായ KG രാധാകൃഷ്ണൻ, സെബാസ്റ്റ്യൻ ജോസ് എന്നിവർ പ്ലാഴി വാഴക്കോട് പാതയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ കേരള വിഷൻ CCV ന്യൂസിനോടായി വിശദമാക്കി. പ്ലാഴിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 10-12 ദിശാ ബോർഡുകൾ മരമൊക്കെ കയറി കാട് കയറി മൂടിക്കിടക്കുകയാണ്. ഒരു പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് തിരിയേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും ദിശാ ബോർഡ് കാണാൻ പറ്റുന്നില്ല. കാട് മൂടി മൊത്തം ഇതായിട്ട് കിടക്കുകയാണ്. പിന്നെ ലൈറ്റുകൾ പകുതി എണ്ണമാണ് ലൈറ്റുകൾ തെളിയുന്നുള്ളൂ. CCV ന്യൂസ്, പഴയന്നൂർ. നിൻമുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്.